നമസ്കാരം. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയം എത്തിയിരിക്കുന്നു. കരാറുകാരായ KNR കൺസ്ട്രക്ഷൻസിന്റെ ഡീബാർ ചെയ്താണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൺസൾട്ടന്റായ ഹൈവേ ഹയർ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഡീബാർ ചെയ്തതിനെ തുടർന്ന് തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം. ഈ റോഡ് പണിതവർ തന്നെയാണ് ഇവിടെ ഇന്ത്യയിലെ ഭൂരിഭാഗം ദേശീയ റോഡുകളും പണിതതെന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു നെഞ്ചുവേദന അല്ലെങ്കിൽ ചെറിയൊരു ഞെട്ടൽ എല്ലാവർക്കും രേഖപ്പെടുത്തുന്നുണ്ട്. നാളെ നമ്മൾ സഞ്ചരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞു വീഴുമോ, വിള്ളൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ ദേശീയപാതയിലൂടെ പോകുന്നവരെല്ലാവരും രണ്ട് വശങ്ങളിലും റോഡുകളിലേക്ക് നല്ല സുരക്ഷിതമായി നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും വിള്ളലുണ്ടോ, പൊട്ടലുണ്ടോ എന്നതൊക്കെ. സർവീസ് റോഡുകളിൽ പോലും വിശ്വസിച്ച് പോകാനാകുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. സംഭവത്തിൽ 2 അംഗ വിദഗ്ധ സമിതി പരിശോധിച്ചതിന് ശേഷമാണ് ഓഫീസർമാർക്കൊക്കെ തന്നെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു തീർത്തത്. കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയതും അങ്ങനെ തന്നെയായിരുന്നു. കമ്പനികളിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന്റെ കാര്യങ്ങൾ കൂടി ഇവർ വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലെ വിഷയങ്ങളും സമിതി പരിശോധിക്കുമെന്ന് ഉറപ്പ് തരുന്നുമുണ്ട്. അതുപോലെ തന്നെ IIT-യിലെ മുൻ പ്രൊഫസർ കൂടിയായ GV റാവുവിനെയാണ് മേൽനോട്ടം വഹിക്കാൻ കൊടുത്തിരിക്കുന്നതും. പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റായ HEC എന്ന കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് തന്നെ അനുസരിച്ചാണ് കരാർ കമ്പനിക്ക് കൺസൾട്ടന്റായി തന്നെ കമ്പനിക്കുമെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത്. കരാറുകാരായ KNR കൺസ്ട്രക്ഷന്റെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. രാജ്യമെമ്പാടും ഇപ്പോൾ 8700 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന KNR കൺസ്ട്രക്ഷൻസ് പക്ഷേ കൂരിയാട്ടെ വീഴ്ചയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുമില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 2 റീച്ചുകളിലായി 77 കിലോമീറ്ററോളം നിർമ്മിക്കുന്നതും KNR തന്നെയാണ്. കോഴിക്കോട് നിന്ന് തേഞ്ഞിപ്പാലം വഴി തന്നെ തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയുടെ കൂരിയാട് കൊളപ്പുറം ഭാഗത്തിന്റെ നിർമ്മാണം നടത്തിയ KNR കൺസ്ട്രക്ഷൻ ഇതാദ്യമായല്ല ദേശീയപാത നിർമ്മിക്കുന്നത്. രാമനാട്ടുകര തൊട്ട് വളാഞ്ചേരിയും വളാഞ്ചേരി തൊട്ട് കാപ്പിരിക്കാടും എന്നീ 2 റീച്ചുകളുടെ നിർമ്മാണങ്ങളും KNR കേരളത്തിൽ നടത്തുന്നുണ്ട്. 2021 കരാർ ലഭിച്ചു 2022 തുടങ്ങിയ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കി വരികയാണ്. ആന്ധ്ര ആസ്ഥാനമായ KNR കേരളത്തിൽ കാര്യങ്ങൾക്കായി മറ്റൊരു കമ്പനി കൂടി രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രൂപകൽപ്പനയിലും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചതും ദേശീയപാത അതോറിറ്റിയാണ്. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച അതോറിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത്. കമ്പനിക്കൊപ്പം നിർമ്മാണം വിലയിരുത്തുന്നതും അതിനെക്കുറിച്ച് നോക്കേണ്ടതും ദേശീയപാത അതോറിറ്റിക്കും തകർച്ചയിൽ പങ്കുണ്ട് എന്നതിന് ഇത് അർത്ഥമാക്കുന്നു. ഈ മാസം 19-നാണ് കുരിയാൻ ദേശീയപാത 66-ന്റെ ഭാഗം ഇടിഞ്ഞു താന്നതെന്ന് എല്ലാവർക്കും അറിയാം. ദേശീയപാത ഇടിഞ്ഞ സർവീസ് റോഡിന് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ തന്നെ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു. 2 അംഗ സംഘം പരിശോധന നടത്തിയത് മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസും ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരും കൂടിയാണ് പരിശോധന നടത്തിയത്.